മൺവെട്ടിയും ആവശ്യമുള്ളിടത്തോളം സംഭരിച്ചുകൊള്ളുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആൾ കൊണ്ടുവരും. കൊണ്ടുവരുമോ? എന്താ ഉറപ്പ്? എനിക്കുറപ്പുണ്ട്. നമ്മൾ ജോലിക്കിറങ്ങിയാൽ എല്ലാവരും നമ്മളിവിടെ കൂടിക്കൊള്ളും. ആളുകൾ നല്ലവരാണ്. അല്ല, ഇതാരെ വരണം. നിങ്ങൾ ഇറങ്ങി, ഞാൻ പിന്നാലെ വന്നേക്കാം. ഇങ്ങോട്ട് ഇരിക്കാമല്ലോ, ഇരുന്നാട്ടെ. മാപ്പ് എന്തായാലും ഞങ്ങൾക്കും ആ കാലില് തൊട്ട് എഴുത് മാപ്പ് ചോദിക്കണമെന്നുണ്ട്. അയ്യോ, അത് വേണ്ട, പാവമല്ലേ. അയ്യോ, മാപ്പ് ചോദിക്കാതെ ഇരുന്നാലാണ് പാവം. അതൊന്നും സാരമില്ല, ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ. ഞങ്ങളോട് വിരോധമില്ലല്ലോ. അയ്യോ, വിരോധമോ? ഇവിടെ വരെ ഒന്ന് വരാൻ തോന്നിയതിന് എങ്ങനെ നന്ദി പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് മാപ്പ് തന്നല്ലോ. ഇനിയും ആ കത്ത് എഴുതിയതിനുള്ള നന്ദി കൂടെ അങ്ങ് സ്വീകരിക്കണം. അത് ശരി. ജഗദീശിന്റെ വീട്ടിൽ പോയിരുന്നു? ജഗദീശിന്റെ വീട്ടിൽ പോയിരുന്നു എന്ന് മാത്രമല്ല, ജഗദീശിന്റെ ഭാര്യയെ തിരിച്ചു വിളിച്ചതിനോട് ഏൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് സേതുവിനെ കണ്ട് മാപ്പ് ചോദിക്കുന്നത് ചെയ്തപ്പോ മനസ്സ് ശുദ്ധമായി നിർമ്മലമായി സന്തോഷമായി. കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട, ഇപ്പൊ കഴിച്ചത്. സേതുവിന്റെ ഭാര്യ? എന്റെ ഭാര്യ ഇന്ദു. എനിക്ക് കഥകളൊക്കെ അറിഞ്ഞു. ജഗദീശിന്റെ ഭാര്യയ്ക്ക് സേതുവിന്റെ ഭാര്യ തന്നെ വേണം. അപ്പൊ സന്തോഷം ഞങ്ങൾ അറിഞ്ഞിട്ട്. ഇതങ്ങെടുത്ത്. അയ്യോ, പക്ഷേ പിന്നെയും മറന്നു. ഇപ്രാവശ്യം മറന്നതല്ല, മനഃപൂർവ്വം വച്ചതാണ്. അന്ന് രൂപ 500 ഇപ്പൊ 1000 ഉണ്ട്. ഏതോ അങ്ങോട്ട് വാങ്ങിച്ചോളൂ. അതെന്തിനാ? അന്ന് ചെയ്ത പാപത്തിന്റെ പ്രാവശ്യം. അയ്യോ, വേണ്ട സാർ, ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കും. വേണ്ട, ഇത് സേതു തന്നെ വെച്ചോളൂ. വേണ്ട സാർ, സാർ ഇത് വാങ്ങിക്കുന്നു. ശരി, നിങ്ങളുടെ ശ്രമദാനത്തിന് ഇത് സംഭാവനയായിട്ട് തന്നാലോ? എന്നാ സ്വീകരിച്ചത്. എന്നാ പിന്നെ എന്ത് ചെയ്യാനാണ്? നാട്ടിന് വേണ്ടി ചെയ്യുന്നൊരു വലിയ സഹായമല്ലേ. ശരി, അപ്പൊ ഞങ്ങൾ വന്നേട്ടെ. സന്തോഷം. ശരി. ഇരിക്കണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ക്ഷണമനുസരിച്ച് ഈ ശ്രമദാനം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ ശ്രമദാനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. രാജ്യസ്നേഹികളായ നാട്ടുകാരെ, എൻ്റെ എളിയ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു കൃത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് എത്തുന്നത്. എനിക്കതിനുള്ള അവസരമുണ്ടാക്കി തന്ന് എന്നെ ബഹുമാനിച്ച എൻ്റെ മാന്യ സുഹൃത്തായ സേതുവിനോട് എനിക്കുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഈ മഹത്തായ സംരംഭം ഈ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായി തീരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനെല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ ശ്രമദാനം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി തോട് വെട്ടി ശ്രമദാനം നടത്തി വെള്ളം കൊണ്ടുപോവുക. മിടുക്കന്മാര്. എന്നാ നീ കൂടെ അങ്ങോട്ട് ചെന്ന് ജോലി ചെയ്യേ. അല്ല, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ നമ്മളെ കിട്ടൂല, അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. എന്നാ അവിടെ ഉണ്ടായിരുന്നോ?
എന്താ ഒന്ന് പറഞ്ഞു നിങ്ങളെ മാധവനോട് അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഓ അയാളെ കാണുന്നില്ലല്ലോ. വരുന്നുണ്ടായിരുന്നു. എന്താ വരുന്നുണ്ട്. എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ആ കൂട് വെട്ടണമെന്ന് പ്രസിഡന്റിന് എന്താ ഇത്ര വലിയ നിർബന്ധം? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ആളുകളൊക്കെ കൂടെ വന്ന് പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ നിന്നു, അത്രേ ഉള്ളൂ. ജനസേവനം അല്ലേ നിന്നേ, അപ്പൊ ജനങ്ങളെ സേവിക്കാതിരിക്കാൻ ഒക്കുവോ? എന്ത് സേവനമായാലും ആ കൂട് വെട്ടാൻ പാടില്ല. വെട്ടിപ്പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിർത്തണം. ആട്ടെ, അവര് തോട് വെട്ടുന്നതുകൊണ്ട് അങ്ങേക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ എന്റെ പാടവും പറമ്പൂല്ലേ, അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് കൃഷി ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നാൻ എന്താ കാരണം? എന്താ കാര്യം? എനിക്കറിയാം. എന്നാ കേട്ടോ, ഇതിന്റെ പുറകിൽ ഒരു വെല്ലുവിളിയുണ്ട്. ഏതിന്റെ പുറകിൽ? ഈ തോടിന്റെ പുറകിൽ. ഞാൻ കുറഞ്ഞ കൂലിയെ കൊടുക്കുന്നുള്ളൂ. എന്റെ പാടത്ത് ആരും ജോലിക്ക് വരാൻ പാടില്ല. എന്റെ പാടം എപ്പോഴും തരിശായി കിടക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. ഓഹോ, ഇതിന്റെ പുറകെ ഇങ്ങനൊരു ഏർപ്പാടുണ്ടായിരുന്നോ? ഇതിന്റെ എന്തെങ്കിലും ഒരു സൂചന എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇനി എന്ത് ചെയ്യാം? അല്ല, ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എന്താ സംശയം? ഞാൻ നിൽക്കാം. പിന്നെ അല്ലാതെ പോയിക്കാനാ? അത് കൊള്ളാം, ഇത് നല്ല ചോദ്യം. അദ്ദേഹത്തിന് ഇലക്ഷൻ ചെയ്തു, പണം ചെലവാക്കിയതും ജയിപ്പിച്ചതും പഞ്ചായത്ത് ബോർഡ് വിഷയമുണ്ടാക്കിയതും എല്ലാം നമ്മൾ തന്നെയല്ലയോ? അതിനുവേണ്ടി ചെലവാക്കിയ പണത്തിന്റെ തുക അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ നിൽക്കല്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ കുന്തക്കാരെ അവിടെ ഇരിക്കും. എടാ, ആ കണക്കൊന്നും ഇപ്പൊ പറയണ്ട. വേറെ 7000 രൂപ കടവും വാങ്ങിയിട്ടുണ്ട്, അതും ഞാനിപ്പോ പറയുന്നില്ല. പ്രസിഡന്റിന് ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുമോ? അതാണ് എനിക്കറിയേണ്ടത്. അന്ന് പറയൂ, ഞാൻ ചെയ്യാം. ഇതിൽ കൂടുതൽ ഒരു ബഹുജന നേതാവിനും പറയാനൊക്കെ വരൂ, പറയാം. ഇവിടെ ഇപ്പോ നമ്മുടെ ഞാൻ മാത്രമേ ഉള്ളൂ, നീയും കേൾക്കണ്ട. എന്താ സാധിക്കൂ? സാധിക്കാതിരിക്കാൻ എന്താ കാര്യം? ഞാൻ ഏറ്റു. എന്നാല് ഇതാ 3000 രൂപയുണ്ട്. ഇനി എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷേ ആ തോട് വിട്ട് നിർത്തണം. ഈ തോട് വെട്ടുന്നത് നിർത്തിവെക്കാനാണ്. ഇതിലൊന്ന് ഒപ്പിട്ട് വേണം, ഞാൻ പോയിക്കോളാം. തരൂ. എന്താ കാര്യം പറയുന്നത്? സ്ഥലമുടമകളിൽ 4 പേർ പരാതിപ്പെട്ടിരിക്കുന്നു. അവരുടെ രേഖാമൂലമായ അനുവാദം കൂടാതെ നമ്മൾ അവരുടെ സ്ഥലത്ത് കൂടി തോട് വെട്ടുന്നത്ര. എല്ലാവരുടെയും രേഖാമൂലമായ അനുവാദം വാങ്ങിച്ചിരുന്നാണല്ലോ. ആരൊക്കെ ആ പേരുകൾ നോക്കട്ടെ? KP ഗോപാലപ്പണിക്ക്, അത് നമ്മുടെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ചേട്ടനല്ലേ? അതെ. PK ഔസേഫ്, കൊച്ചുകുഞ്ഞ്, പിച്ചനാട്ട് രാഘവൻ, ഇവരെല്ലാം ഒപ്പിട്ട് വന്നിട്ടുള്ളതാണല്ലോ. ഞാനല്ലേ ഇവരെ കൊണ്ട് ഒപ്പിടിച്ചത്. അവർക്കാർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, പാൽപ്പൊടി വിതരണത്തിനാണെന്നും പറഞ്ഞ് ഒപ്പ് ശേഖരിച്ചു വന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ പരിപാടി? മാധവമേനോൻ ആരാണെന്ന് ഇപ്പൊ അവൻ മനസ്സിലാക്കി കാണും. ഇല്ല, മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതാ വരുന്നുണ്ട്. വരണം. ഇരിക്കണം. എന്താ വിശേഷം? ഓഹോ, തോട് വിട്ട് നിർത്താനുള്ള സ്റ്റേ ഓർഡറാണ്. നമ്മളെല്ലാവരോടും രേഖാമൂലം അനുവാദം വാങ്ങിച്ചിട്ടതല്ലേ? അത് പ്രശ്നം അറിയാമല്ലോ. അതെ. ഇപ്പൊ ഈ 4 പേര് മാത്രം ഒഴിഞ്ഞു നിന്ന് എതിരായി ഹർജി കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് എന്തോ ചളിവുണ്ടല്ലോ. പ്രസിഡന്റ് അവരെ വിളിച്ചെന്ന് പറയണം. ഈ പേരുകാരൻ നമ്മളാളുകളല്ല, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുകയുമില്ല. അതിലുള്ള പ്രസിഡന്റിന്റെ ചേട്ടനല്ലേ? അതൊക്കെ ശരിയാ. കുടുംബാംഗം സംബന്ധിച്ച് ഞങ്ങൾ അല്പം തെറ്റിപ്പിരിഞ്ഞിരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യുക? കോടതി ഉത്തരവനുസരിച്ച് ജോലി നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിൽ ആളുകളോടെല്ലാം വീട്ടിൽ പോകാൻ പറയണല്ല. എന്താ? അത് ഞങ്ങൾ ആലോചിച്ചോളാം. നിങ്ങൾ ആലോചിച്ച് തോട് വെട്ടുമ്പോൾ എനിക്കൊന്ന് കാണണം. വേണം. അല്ല, പ്രസിഡന്റ് ഇതിന്റെ പോംവഴി കണ്ടുപിടിക്കാതെ പോവുകയാണ്. പോംവഴി വേണമല്ലേ? പോംവഴി താൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. ഈ മനുഷ്യത്തെ വേറെയാണ്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സാധിക്കാന്ന് കാണണം. ചുമ്മാ പേടിപ്പിക്കാതെ ഇടപെടാൻ സമാധാനമായി നിൽക്കുന്നു. പ്രസിഡന്റ് ഈ മനുഷ്യന്റെ കൂടെ കൂടിയോ? അത് ഞങ്ങൾക്ക് അറിയണം. അനാവശ്യം പറയരുത്. അനാവശ്യമാണ് പറയുന്നത്. നിങ്ങളും കൂടെ ഒപ്പിടിച്ചു.
ജോലിയും തുടങ്ങി. ഇപ്പൊ ഒഴിഞ്ഞു മാറുകയാണ്. ഇത് ചതിവല്ലേ? ചതിവെങ്കിൽ ചതിവ്. നിങ്ങളുടെ കാര്യം നോക്കണം. ഇത്രയും തമ്മാടിത്തം കാണിക്കുമ്പോ 2 അടിച്ച് വെള്ളമടിക്കണം. എങ്കിലും അടിക്കുന്നതാ പറ്റിയത്. കാണട്ടെ. അടിക്കാനും കൊല്ലാനുള്ള സമയമല്ല ഇത്. നമുക്ക് തോട് വെട്ടി നടക്കണം, അത്രയല്ലേ ഉള്ളൂ. വെട്ടിക്കില്ല വാശി പിടിച്ചാലോ വേറെ മാർഗം കണ്ടുപിടിക്കും. നിങ്ങളാ പോണം. ദൈവം പോയി പോണം. അല്ല പിന്നെ കുറെ തോട് വെട്ടുകാർ ഇറങ്ങിയിരിക്കുന്നു. വെട്ടും. എന്താ സംശയമുണ്ടോ? തോട് വെട്ടിക്കിട്ടല്ലേ ചെയ്യും. വെട്ടുന്നൊക്കെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വെട്ടിയാ പൊട്ടുകയും ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റും ഒഴിഞ്ഞു കളഞ്ഞില്ലേ? അയാൾക്കും കൂടി ഇതിൽ പങ്കുണ്ടെന്നാണ് മറ്റുള്ള എല്ലാവരും പറയുന്നത്. ശരി വയ്ക്കും. അപ്പോ ഇതിനെന്താ ഒരു പരിഹാരം? നമുക്ക് നോക്കാം. എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. നീ പോടാ, ഞാനല്ലേ പറഞ്ഞു. ധൈര്യമായിട്ടും. ഇത് പഞ്ചായത്തിന്റെ സീലല്ലേ? അതെ. ഈ ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങളൊക്കെ അല്ലേ? അതെ. അത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലായിരുന്നു സാർ. ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് വായിപ്പിച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഒപ്പിടാൻ. പാൽപ്പൊടിക്കെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് കബളിപ്പിച്ചു എന്നാ പരാതി. പാൽപ്പൊടിക്കെന്ന് പറഞ്ഞാണോ പ്രസിഡന്റ് ഒപ്പിടിച്ചത്? ഒപ്പിടിപ്പിച്ചത് ഞാനല്ല. എനിക്കതെന്ന് പറഞ്ഞുകൂടാ. പഞ്ചായത്ത് സീലോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർക്ക് നേരിട്ട് ഏൽപ്പിച്ച കൺസെന്റാണ്. കളക്ടറുടെ ദൃഷ്ടിയിൽ ഈ കൺസെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പ്രസിഡന്റിനാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയണം. ഉത്തരവാദിത്വം പ്രസിഡന്റിനാണോ അല്ലയോ? ഉത്തരവാദിത്വം എനിക്കാണ്. അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വ ബോധത്തിലും ഉറപ്പിലും വിശ്വസിച്ച് ആ തോട് വെട്ടിനു വേണ്ടി സർക്കാർ കുറെ അധികം പണം ചെലവാക്കിയിരിക്കുകയാണ്. അതിനിടയിൽ സ്ഥല ഉടമകളെ കബളിപ്പിച്ച് കൺസെന്റ് വാങ്ങിയതാണെന്ന് പറഞ്ഞ് ആ തോട് വെട്ട് തടഞ്ഞാൽ ആ കൺസെന്റ് ഇവിടെ കൊണ്ടു തന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ഉത്തരം പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഈ തോട് വെട്ടിനു വേണ്ടി സർക്കാരിന് ഇതുവരെ ചെലവായിട്ടുള്ള മുഴുവൻ തുകയ്ക്ക് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. പറയിക്കാതെ ഞാൻ വിടില്ല. തീർച്ച. ഒരു പഞ്ചായത്ത് പ്രസിഡന്റും കുറെ പരാതിക്കാർ നാടിന് നന്മ വരുന്ന എന്തെങ്കിലും ഉണ്ടാകാൻ പോകുന്നറിഞ്ഞാൽ സ്വയം വിഷം കുടിക്കാൻ നടക്കുന്ന ദ്രോഹികൾ. ഞാനൊരു കളക്ടറായിട്ട് സംസാരിക്കുകയല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരന്റെ നിലയിൽ സംസാരിക്കുക. നിങ്ങളെ നീ നാട്ടിൽ വച്ചിരുന്നു. നിങ്ങളുടെയൊക്കെ തറവാടി ജയിലാണ്. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ മുനിസിപ്പൽ കോടതിയിൽ നിന്നും ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് അടക്കം നിങ്ങളെല്ലാം ഞാൻ ലോക്കപ്പിലാണ്. മനസ്സിലായോ? മനസ്സിലായി. ഇവരെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാമോ? പിൻവലിപ്പിക്കാം. എന്നാൽ പോണം. കേസ് പിൻവലിപ്പിച്ച ശേഷം എന്നെ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി. നിങ്ങൾക്ക് ഇതിലൊക്കെ ഇടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുള്ളതുകൊണ്ടല്ലേ ഇടപെട്ടത്. വരൂ. ഇങ്ങോട്ട്